ഡ്രൈവറില്ലാതെ സർവീസ് നടത്തുന്ന ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ മെട്രോ. ഇതിനു പുറമെ 1512 അത്യാധുനികമായ ബസ്സുകൾ, ട്രാം, 5000-നടുത്ത് ടാക്സികൾ തുടങ്ങി ദുബൈയിൽ റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി തുറന്നത് പൊതുഗതാഗത രംഗത്തെ രാജകീയ പാതകളാണ്. 10 വർഷത്തിനുള്ളിൽ വിഭാവന ചെയ്ത പദ്ധതികളുടെ 90% പൂർത്തിയാക്കി എന്നത് നേട്ടങ്ങളുടെ തിളക്കം വർദ്ധിപ്പിക്കുന്നു. സംവിധാനത്തിലേക്ക് ദുബായ് നിവാസികളെ കൂടുതൽ ആകർഷിപ്പിക്കാൻ 6 വർഷം മുമ്പാണ് എല്ലാ നവംബർ 1 പൊതുഗതാഗത ദിനമായി ആചരിക്കാൻ RTA തീരുമാനിച്ചത്. ഇതിന്റെ ഭാഗമായി ഒക്ടോബർ 20 മുതൽ നിരവധി സമ്മാന പദ്ധതികളാണ് ഇതുവരെ നടന്നത്. ഒരു വർഷം നടത്തിയ യാത്രകൾ പരിഗണിച്ചും നറുക്കെടുപ്പിലൂടെയും തിരഞ്ഞെടുത്ത വിജയികൾക്കുള്ള സമ്മാനങ്ങൾ RTA ചെയർമാൻ മത്താർ അൽ താഹിർ വിതരണം ചെയ്തു. ഡൗൺ ടൗണിലെ ബുർജ് ഐലൻഡിൽ നടന്ന പരിപാടിയിൽ വിജയികളെ ആദരിക്കുകയും ചെയ്തു. മെഗാ സമ്മാനമായി 100 ഗ്രാം സ്വർണവും നറുക്കെടുപ്പിലെ വിജയികൾക്ക് 50 ഗ്രാമിന്റെ 2 സ്വർണ്ണ ബാറുകളുമാണ് സമ്മാനമായി നൽകിയത്. മലയാളികൾ ഉൾപ്പെടെ നിരവധി പ്രവാസികളും സമ്മാന അർഹരായി. എനിക്ക് മെട്രോയിൽ ട്രാവൽ ചെയ്യാൻ വളരെ ഇഷ്ടമാണ്. കാര്യം നമ്മൾക്ക് മ്യൂസിക് കേട്ടുകൊണ്ടും അങ്ങനെ ഇതിൽ ട്രാവൽ നല്ല ജോളിയായിട്ട് പോകാൻ പറ്റും. കാറിലാണെങ്കിൽ അത് പറ്റില്ല. കാറിലാണ് ട്രാഫിക് അത് ശ്രദ്ധിക്കണം. ഇത് നമുക്ക് ടെൻഷൻ ഇല്ലാതെ യാത്ര ചെയ്യാൻ പറ്റും മെട്രോയിൽ. ബസ്സിലെയും പോവും, മെട്രോയിலையும் போவோம், ரெண்டுலேயும் போவோம். ரொம்ப பயங்கர இஷ்டம் இப்போ இது கிடைச்சது எனக்கு. இதான் துபாயில் வந்துட்டு இத்தனை கொள்ளத்துக்கு இதுதான் ഫസ്റ്റ്. ഇതിനു പുറമെ ബസ് സ്റ്റേഷൻ, മെട്രോ സ്റ്റേഷൻ, മാളുകൾ തുടങ്ങി വിവിധ സ്ഥലങ്ങളിലും വ്യത്യസ്തങ്ങളായ മത്സരങ്ങളും നടന്നു. വൻ ജനപങ്കാളിത്തമുണ്ടായ RTA ദിനത്തിൽ യുവാക്കളെ ആകർഷിക്കുന്ന സെൽഫി മത്സരവും അതോറിറ്റി സംഘടിപ്പിച്ചിരുന്നു. 2006 മുതൽ 2014 വരെയുള്ള ക്യാമ്പയിനിലൂടെ 14% പൊതുഗതാഗത ഉപയോഗത്തിൽ വർധനവ് വരുത്താൻ RTAക്ക് സാധിച്ചിട്ടുണ്ട്. 2020 ഇത് 20% ഉയർത്തുകയാണ് അടുത്ത ലക്ഷ്യം. പൊതുഗതാഗത സംവിധാനത്തിന്റെ പ്രാധാന്യം വ്യക്തമാക്കിയാണ് RTA ദിനാചരണം സംഘടിപ്പിച്ചത്. ദുബൈയിൽ നിന്നും ക്യാമറ പേഴ്സൺ യൂസുഫ് അലിക്കൊപ്പം ഹാരിസ് അരിക്കുളം, മീഡിയ 1.